നീ ചൊരിഞ്ഞ തിരുനീളം സഹനത്തിൻ്റെ ഏകാന്തതയിൽ എനിക്കു തുണയായിരിക്കും. കുഞ്ഞില് ഫിസിക്സ് ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു ഓർക്കുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു: പ്രകാശമാണോ ശബ്ദമാണോ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഒന്നും അറിയാത്ത ക്ലാസ് മുറിയിലെ കുട്ടികൾക്ക് വ്യത്യസ്തമായ ഉത്തരം ഉണ്ടാകുമല്ലോ. ടീച്ചർ അതിന് ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണ്: ഒരു മഴ സമയത്ത് ആദ്യം മിന്നലടിക്കും, പിന്നീടാണ് ഇടി വെട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആദ്യം സഞ്ചരിക്കുന്നത്? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, പ്രകാശമാണ് ആദ്യം സഞ്ചരിക്കുന്നത്. ഇൻ ദ ഗോസ്പലിൽ യേശു ഒരു ടീച്ചിങ് നൽകുകയാണ്. ആ ടീച്ചിങ് ഇതാണ്: വാക്കാണോ പ്രവൃത്തിയാണോ ആദ്യം ഉടലെടുക്കേണ്ടത്? യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ആദ്യം വാക്കുകളാണ്, പിന്നീടാണ് പ്രവൃത്തി. അതാണ് ഇൻ ദ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. ഇൻ ദ ഗോസ്പലിൽ യേശു പറയും, എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ യേശു ചില കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് യേശു ഒരു ഉദാഹരണം കൂടി പറയും: ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഞാനിതൊക്കെ ഇപ്പോഴേ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഒരു പ്രെഡിക്ഷൻ വളരെ കൃത്യമായിട്ട് യേശു എല്ലാ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലും മുമ്പേ പ്രവാചകന്മാർ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: ആദ്യം സംഭവിക്കുന്നതൊക്കെ വാക്കുകളാണ്. വാക്കുകളാണ് പിന്നീട് പ്രവൃത്തിയായി മാറിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വാക്കുകളുടെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ദ ഗോസ്പൽ പാസേജ്. നമ്മളൊക്കെ ഓർക്കണം, വെറുതെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീടത് പൂർത്തിയാകുന്നതും പൂർത്തിയാകേണ്ടിയിരിക്കുന്നതൊക്കെ വചനത്തിൽ വായിക്കുന്നില്ലേ? അതാണ് വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒരിക്കൽ പറഞ്ഞതും പറയാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ പിന്നീട് പൂർത്തീകരിക്കപ്പെടും. ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളൊക്കെ പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് എന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ അതേ കണക്ക് സംഭവിക്കും. കാരണം വാക്ക് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതിന് നല്ലൊരു വെളിച്ചം കിട്ടുന്നത് സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെയാണ്. ഉണ്ടാകട്ടെ എന്ന വാക്കുകൾ കൊണ്ട് സർവശക്തനായ ദൈവം ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചില്ലേ? അങ്ങനെ ഉൽപ്പത്തിയുടെ കാലം മുതൽ വാക്കിന് ശക്തിയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു ധ്യാനത്തിനൊടുവിൽ നമ്മളെല്ലാവരും ചിന്തിക്കണം, പറയുന്ന വാക്കുകളൊക്കെ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്ന വാക്കുകളൊക്കെ നന്മയായി തീർന്നെങ്കിൽ നമ്മൾ പറയേണ്ട വാക്കുകളും നന്മയായിരിക്കണം. പറയുന്ന വാക്കിൽ സൂക്ഷിക്കുന്ന നന്മയും നിഷ്കളങ്കതയും സ്നേഹവുമൊക്കെ ഒരിക്കലും വറ്റാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹൃദയവീണയിൽ തെളിയും സ്നേഹരാഗമായി ദൈവമേ എന്നെ നീ മാറ്റേണമേ. ഹൃദയവീണയിൽ തെളിയും സ്നേഹരാഗമായി ദൈവമേ എന്നെ നീ മാറ്റേണമേ. അമരുന്ന എൻ ജീവിത തോണിയിൽ ഈയൾ താരതൻ കരയിൽ ചേർത്ത് നിർത്തി നീ നയിക്കണേ. നിരാശയിൽ അമരുന്ന എൻ ജീവിത തോണിയിൽ ഈയൾ താരതൻ കരയിൽ ചേർത്ത് നിർത്തി നീ നയിക്കണേ. ഹൃദയവീണയിൽ തെളിയും സ്നേഹരാഗമായി ദൈവമേ എന്നെ നീ മാറ്റേണമേ.
തുണയായിരിക്കണേ. കാൽവരി നെറുകയിൽ നീ ചൊരിഞ്ഞ തിരുനീളം സഹനത്തിൻ്റെ ഏകാന്തതയിൽ എനിക്കു തുണയായിരിക്കണേ. ഹൃദയവീണയിൽ തെളിയും സ്നേഹരാഗമായി ദൈവമേ